2026 UPSC സിവിൽ സർവീസ് എക്സാമിന് നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ചില മാറ്റങ്ങളൊക്കെ ഈ വർഷം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ്, എങ്ങനെ വേണം എക്സാമിന് അപ്ലൈ ചെയ്യാമെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ആണ്. ഓക്കെ, ആദ്യമായിട്ട് UPSC ചില ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഇത്തവണത്തെ നോട്ടിഫിക്കേഷനോട് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ മെയിനായിട്ടും പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UPSCയുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ പോർട്ടൽ നമുക്കറിയാവുന്ന കഴിഞ്ഞ വർഷമൊക്കെ ചെയ്യുമ്പോഴേക്കും ഒരു വൺ ടൈം രജിസ്ട്രേഷൻ ആയിട്ടാണ് ചെയ്തിരുന്നത്. ആ ഒരു പ്രോസസ്സെ അവർ ഇത്തവണ കംപ്ലീറ്റ്ലി മാറ്റിയിട്ടുണ്ട്. 4 സെപ്പറേറ്റ് സ്റ്റേജുകളായിട്ട് 4 സെപ്പറേറ്റ് കാർഡുകളിലായിട്ടാണ് ഇത്തവണത്തെ ആപ്ലിക്കേഷൻ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അക്കൗണ്ട് ക്രിയേഷൻ, അതിനുശേഷം യൂണിവേഴ്സൽ രജിസ്ട്രേഷൻ, പിന്നെ കോമൺ ആപ്ലിക്കേഷൻ ഫോം, അതിനുശേഷം എക്സാമിനേഷൻ. അപ്പോൾ ഇതൊക്കെ എന്താണ്, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന സ്റ്റേജുകളിൽ നമുക്ക് പറയാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ചില ഡോക്യുമെൻറ്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടതുണ്ട്. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ചില ഡോക്യുമെൻറ്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിലെല്ലാവരും ഫില്ല് ചെയ്യേണ്ട, എല്ലാവരും കളക്ട് ചെയ്യേണ്ട ചില ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അതല്ലാതെ തന്നെ ഇപ്പോൾ OBC അങ്ങനെയുള്ള ബാക്ക്വേർഡ് കാസ്റ്റുകൾ, പിന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ളവർ, അവരുടെ എലിജിബിലിറ്റി പ്രൂവ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അപ്പം നിങ്ങൾ ഏത് കാറ്റഗറി ആണെന്ന് നോക്കിയിട്ട് അതിന് വേണ്ട ഡോക്യുമെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യണം. ആദ്യമായിട്ട് ഫോട്ടോയും സിഗ്നേച്ചറും, ഈ 2 കാര്യത്തിലും ചില മാറ്റങ്ങൾ ഇത്തവണ വന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് എന്നാണ് UPSC പറയുന്നത്. ഈ ലേറ്റസ്റ്റ് എന്ന് പറയാൻ കാരണം ഇത്തവണ ഒരു ലൈവ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നൊരു പ്രോസസ്സുണ്ട്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ വെബ് ക്യാമറ വെച്ച് ഇല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ വെച്ച് നമ്മൾ ലൈവ് ആയിട്ടുള്ളൊരു ഫോട്ടോ ക്യാപ്ചർ ചെയ്യണം. അപ്പോൾ ആ ക്യാപ്ചർ ചെയ്യുന്ന ഫോട്ടോയും നമ്മൾ കൊടുക്കുന്ന ഈ ലേറ്റസ്റ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും ഒരുപോലെ ഇരിക്കണം. ദേ ബോത്ത് ഷുഡ് ബി മോർ ഓർ ലെസ് സെയിം. കണ്ടു കഴിഞ്ഞാൽ ഒരാളാണെന്ന് പറയണം. അതിനുവേണ്ടിയാണ് അവർ പറയുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം എന്നുള്ളത്. അത് ഇപ്പം തന്നെ എടുത്തതായിരിക്കണം എന്നില്ല. ചിലപ്പോൾ 1 വർഷം മുമ്പുള്ള ഫോട്ടോഗ്രാഫ് ആണെങ്കിലും നിങ്ങൾ ഇപ്പോഴത്തെ രൂപവും അതും തമ്മിൽ വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ അത് തന്നെ അപ്ലോഡ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഓരോ ഫോട്ടോയ്ക്കും എന്ത് പേരാണ് ഇടേണ്ടത്, അല്ലെങ്കിൽ ഓരോ ഡോക്യുമെൻറ്റിനും എന്ത് പേരാണ് ഇടേണ്ടത് എന്നത് വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് അത് ഫോട്ടോ എന്നുള്ള പേരിൽ JPG ഫോർമാറ്റിലായിരിക്കണം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ 20 KB ആൻഡ് 200 KB ആണ്. ഇപ്പോൾ ഫോട്ടോഗ്രാഫ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കാൻ ചെയ്തിട്ട് ഇൻ്റർനെറ്റിൽ ഒരുപാട് സൈറ്റുകളുണ്ട്, ഗൂഗിൾ ചെയ്താൽ മതി. എഡിറ്റിംഗ് ഫോട്ടോ സൈസ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പം നമുക്ക് അതിൻ്റെ അകത്ത് എഡിറ്റ് ചെയ്യാനുള്ള ഒരുപാട് വെബ്സൈറ്റുകൾ വരും. അതിലേതെങ്കിലും ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് വേണ്ട സൈസ് ബിറ്റ്വീൻ 20 ആൻഡ് 200 നിങ്ങൾ അടിച്ചു കൊടുത്താൽ മതി, അത് ഔട്ട്പുട്ട് തരും. ഇനി ഫോട്ടോയായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഈ ഫോട്ടോയിൽ നമ്മുടെ ഫേസ് കവറേജ് എന്ന് പറയുന്നത് 3/4 കുറയാൻ പാടില്ല. മിനിമം 3/4 കവറേജ് എങ്കിലും നമ്മുടെ ടോട്ടൽ ഫോട്ടോഗ്രാഫിൽ നമ്മുടെ ഫേസ് വേണം. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയുടെ 3/4 ഭാഗത്തിൽ കൂടുതൽ നമ്മുടെ ഫേസ് ആയിരിക്കണം. 75% ഏരിയ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫേസ് ആയിരിക്കണം. അപ്പം ഇതിൽ അവർ ചില സാമ്പിൾ ഫോട്ടോസ് തന്നിട്ടുണ്ട്. ഏതാണ് റിജക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഏതാണ് അപ്ലൈ ചെയ്യാമെന്ന്, ആപ്ലിക്കബിൾ ആവാമെന്ന് കാണിക്കാനായിട്ട്. ഈ ഫോട്ടോ കാണുമ്പം പ്രശ്നമൊന്നുമില്ല, ഒരു നോർമൽ ഫോട്ടോയാണ്, ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷേ ഇത് റിജക്റ്റ് ചെയ്യും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പേസ് ഉണ്ടല്ലോ, ഈ സ്പേസ് ഇത് കൂടുതലാണ്. നിങ്ങളുടെ ഫോട്ടോ എന്ന് പറയുന്നത്, നിങ്ങളുടെ ഫേസ് എന്ന് പറയുന്നത് ആ ഫോട്ടോയുടെ 3/4 കുറവാണ്. 75% ഏരിയയിൽ കുറവാണ് നിങ്ങളുടെ ഫേസ് എന്നുണ്ടെങ്കിൽ അത് റിജക്റ്റ് ചെയ്യും. ഈ ഫോട്ടോ റിജക്റ്റ് ചെയ്യും. എഗെയിൻ ഈ ഫോട്ടോയും റിജക്റ്റ് ചെയ്യും. കാരണം അതും ഇതേ റീസൺ തന്നെയാണ്. ആ ടോട്ടൽ ഫോട്ടോഗ്രാഫിൽ നിങ്ങളുടെ ഫേസ് എന്ന് പറയുന്നത് 3/4 75% കുറവാണ്. ഇതാണ് അക്സെപ്റ്റബിൾ ഫോട്ടോഗ്രാഫ്. ആ ഫേസ് കഴിഞ്ഞിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം.
ഓക്കെ, നിങ്ങളുടെ ഫേസ് ആയിരിക്കണം ഫോട്ടോഗ്രാഫിൽ നിറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നേരെ നോക്കിയുള്ള ഫോട്ടോ ആയിരിക്കണം. അപ്പം ഈ ഫോട്ടോഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ കുഴപ്പമില്ല, മേ ബി 3/4 കൂടുതലുണ്ടായിരിക്കാം, പക്ഷേ ഡയറക്റ്റ്ലി ക്യാമറ നോക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഇതും റിജക്റ്റഡ് ആവും. ഇത് ബ്ലറാണ്, ഫോട്ടോ ക്ലിയർലി വിസിബിൾ അല്ല. പിന്നെ അതേപോലെ തന്നെ 75% താഴെയാണ് ഫേസ്. അപ്പം ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കാനുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്ലെയിൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഫോട്ടോയാണ് ഏറ്റവും അഭികാമ്യം എന്ന് പറയുന്നത്. പ്ലെയിൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ഫേസ് 75% കൂടുതൽ വരുന്ന ഒരു ഫോട്ടോഗ്രാഫാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. ഐസ്, കണ്ണൊക്കെ നമ്മൾ തുറന്നു വയ്ക്കണം. അതേപോലെ തന്നെ ഫേസിൻ്റെ എഡ്ജസ് എന്ന് പറയുന്നത് വളരെ വിസിബിൾ ആയിരിക്കണം. ഒരു സാധനവും ബ്ലർ ആവാൻ പാടില്ല. ഫേസിൻ്റെ എഡ്ജസ് ക്ലിയർലി വിസിബിൾ ആയിരിക്കണം. പിന്നെ അതേപോലെ തന്നെ എക്സ്പ്രഷൻ ഓഫ് ദ ഫേസ് ഷുഡ് ബി നാച്ചുറൽ. മുഖത്തിന് അങ്ങനെ വ്യത്യാസമോ ഇല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നോ അങ്ങനത്തെ ഫോട്ടോസൊന്നും പാടില്ല. വളരെ നോർമലായിട്ട് നോക്കി നിന്ന് ഫോട്ടോ എടുക്കുക. പിന്നെ സ്പെസിഫിക്കലി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഫോട്ടോഗ്രാഫിൽ സൈനോ മാർക്കിങ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പാടില്ല. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ ഐസ് വളരെ വിസിബിൾ ആയിരിക്കണം. ഫേസിൽ നിഴലടിക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പാടില്ല. പിന്നെ അതേപോലെ തന്നെ ഗ്ലാസസോ അല്ലെങ്കിൽ യൂണിഫോമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ ഫോട്ടോയിൽ അത് വെച്ചിട്ടൊന്നും ഫോട്ടോ എടുക്കാനായിട്ട് പാടില്ല. ഇത്തവണ ഫേസ് ഐഡൻറ്റിഫിക്കേഷൻ പ്രോസസ്സ് ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. ഇത്തവണത്തെ ഫോറസ്റ്റ് എക്സാമിനൊക്കെ വരുന്ന കുട്ടികളുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്ത് അവരാണെന്ന് ഉറപ്പുവരുത്തിയായിരുന്നു ഓരോ കുട്ടിയെയും ക്ലാസ്സിലേക്ക് വിട്ടുകൊണ്ടിരുന്നത്. അപ്പം ഇത്തവണ UPSC പ്രിലിംസ് എക്സാമിനും ആ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്യുമെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇത്രയും ഇലാബറേറ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സ്. അപ്പോൾ ഇത് നിങ്ങൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്യണം. ഇനി ലൈവ് ഫോട്ടോഗ്രാഫ് നമ്മൾ അപ്ലൈ ചെയ്ത് പോകുമ്പം ലൈവ് ഫോട്ടോഗ്രാഫ് എന്താണ്, അതെങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് നമ്മൾ പറയാം. ലൈവ് ഫോട്ടോഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഡിവൈസിൽ, ഇപ്പോൾ കമ്പ്യൂട്ടറാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിൽ തന്നെ ലൈവ് ഫോട്ടോഗ്രാഫ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ വെബ് ക്യാമിൽ നമുക്ക് ഫോട്ടോ എടുക്കാം. ഇനി ലാപ്ടോപ്പിൻ്റെ വെബ് ക്യാം വർക്ക് ചെയ്യുന്നില്ല, കുഴപ്പമൊന്നുമില്ല, നമ്മൾ നമ്മുടെ ഫോണിൻ്റെ ക്യാമറയിൽ നിന്ന് എടുക്കാം എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു QR കോഡ് വരും. ഈ QR കോഡ് ഫോണിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോർട്ടൽ ഓപ്പൺ ആവും. ആ പോർട്ടൽ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഫോട്ടോ എടുത്ത് കൊടുത്താൽ മതി. വളരെ സിമ്പിളായിട്ടൊരു പ്രോസസ്സാണ്. നിങ്ങൾ എൻഷുർ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എഗെയിൻ നിങ്ങൾ ഈ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊടുക്കുന്നുണ്ടല്ലോ, അതേ ക്ലാരിറ്റിയിൽ അത്രയും വിസിബിലിറ്റി തന്നെ ഈ ലൈവ് ഫോട്ടോഗ്രാഫിനും എൻഷുർ ചെയ്യണം. അതിനായിട്ട് നല്ല ലൈറ്റിങ്ങിൽ വെച്ച് എടുക്കുക. പിന്നെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് വ്യൂ ഫോട്ടോഗ്രാഫ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എടുത്ത ഫോട്ടോ കാണാനായിട്ട് പറ്റും. അപ്പോൾ അത് ക്ലാരിറ്റി ഉണ്ട്, നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ പോലെയാണത്, കണ്ടു കഴിഞ്ഞാൽ വ്യത്യാസം ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അപ്ലോഡ് ചെയ്യുക. പിന്നെ ഉള്ളൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ സിഗ്നേച്ചറാണ് ഇത്തവണ ആവശ്യപ്പെടുന്നത്. അതായത് നമ്മൾ വെർട്ടിക്കലി 3 സിഗ്നേച്ചേഴ്സ് ഇട്ടിട്ടാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പം ഇതാണ് നിങ്ങളുടെ സിഗ്നേച്ചറെങ്കിൽ താഴോട്ട് ഫേസിങ്ങിൽ 3 വട്ടം നിങ്ങൾ സൈൻ ചെയ്യണം. ഈ 3 വട്ടം സൈൻ ചെയ്തിട്ടാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അതിനും പ്രോപ്പറായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്. ഇതുപോലെ വെള്ളയിൽ റെഡ് അല്ല, വെള്ളയിൽ ബ്ലാക്ക് ആണ് സൈൻ ചെയ്യേണ്ടത്. വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് ഉപയോഗിച്ച് വേണം നിങ്ങൾ സൈൻ ചെയ്യാനായിട്ട്. ഇതുപോലെ ഒന്നിന് താഴെ ഒന്നായിട്ട് 3 സിഗ്നേച്ചേഴ്സ് നിങ്ങൾ ഇടണം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഡക്വേറ്റ് ആയിട്ടുള്ള സ്പേസ് ഇതിൻ്റെ ഇടയിൽ കൊടുക്കണം. ഇത് മിക്കവാറും ഇതൊക്കെ വെരിഫൈ ചെയ്യുന്നത് ഓട്ടോമേറ്റഡ് ആയിരിക്കും, കമ്പ്യൂട്ടർ ഉപയോഗിച്ചായിരിക്കും. അപ്പം നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള സ്പേസിങ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റിജക്റ്റഡ് ആവാം. പിന്നെ അതേപോലെ തന്നെ പ്രോപ്പർലി ഓറിയൻറ്റഡ് ആയിരിക്കണം. ഇങ്ങനെ സൈഡ് ടു സൈഡ് സ്ട്രെയിറ്റ് ലൈനിൽ 3 എണ്ണം അത് വൃത്തിയായിട്ട് തന്നെ ഇടണം. ഇതിനിടയിൽ ലൈനുകളോ പാടുകളോ ഒന്നും കാണാനായിട്ട് പാടില്ല. പിന്നെ അതേപോലെ തന്നെ JPG ഫോർമാറ്റിൽ സിഗ്നേച്ചർ എന്നുള്ള പേരിലായിരിക്കണം നിങ്ങളിത് അപ്ലോഡ് ചെയ്യേണ്ടത്. ഫയൽ സൈസ് എന്ന് പറയുന്നത് 20 KB to 100 KB. ഇമേജ് ഡയമെൻഷൻ എന്ന് പറയുന്നത് 350 to 500 പിക്സൽസ്. ഫയൽ സൈസും ഇമേജ് ഡയമെൻഷൻസും ഇതെല്ലാം ഗൂഗിളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സൈറ്റുകൾ വരും. അതിൽ നിങ്ങളുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്താൽ മതി. ഓക്കെ, ഇത് ഇത്രയേ ഉള്ളൂ. പിന്നെ അഗെയിൻ
വളരെ ക്ലിയർലി വിസിബിൾ ആയിരിക്കണം. പറഞ്ഞ കളറിൽ തന്നെ സിഗ്നേച്ചർ എടുക്കണം. തമ്മിൽ ഗ്യാപ്പ് വേണം. 3 സിഗ്നേച്ചേഴ്സും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് വേർതിരിച്ച് കാണാനായിട്ട് പറ്റണം. അപ്പം അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ഇവർ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ സിഗ്നേച്ചർ 1 2 3. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ചില ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ആ ഡോക്യുമെൻറ്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം. ഇതെല്ലാം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് ഒരു ഫയലിൻ്റെ അകത്ത് പേരിട്ട് ആ പ്രോപ്പർ സൈസിൽ ആക്കി ലാപ്പിൽ വെച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ തുടങ്ങാനായിട്ട്. ഓക്കെ, അപ്പം UPSC തന്നിട്ടുള്ള ഡോക്യുമെൻറ്റ്സിൻ്റെ ലിസ്റ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൽ ആദ്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയിം ചേഞ്ച്. നമ്മുടെ പേര് എങ്ങാനും മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പേര് മാറ്റി എന്നുള്ള നമ്മുടെ ഒരു അഫിഡാവിറ്റ് അല്ലെങ്കിൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ്റെ കോപ്പി ആ ഡോക്യുമെൻ്റ് നമുക്ക് വേണം. അതിന് ഇടേണ്ട പേരെന്ന് പറഞ്ഞാൽ name_change എന്നായിരിക്കണം. അതിൻ്റെ സൈസ് 50 to 300 KB ആയിരിക്കണം. പിന്നെ മെട്രിക്കുലേഷൻ ഇല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടൊരു സർട്ടിഫിക്കറ്റ് നമുക്ക് വേണം. PDF ഫോർമാറ്റ് ആയിരിക്കണം. 50 to 300 KB _സർട്ടിഫിക്കറ്റ് എന്നായിരിക്കണം ഇടേണ്ടത്. ഫോട്ടോ ID അത് ഒന്നെങ്കിൽ നമുക്ക് ആധാർ ID വെക്കാം, അതാണ് ഏറ്റവും നല്ലത്. അതില്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഫോട്ടോ ID അത് JPG ഫോർമാറ്റിലായിരിക്കണം. 20 to 200 KB ID കാർഡ് എന്നായിരിക്കണം പേരിടേണ്ടത്. ക്യാസ്റ്റ് സർട്ടിഫിക്കറ്റ്സ് OBC SC ST അങ്ങനെയുള്ളവർക്ക് ക്യാസ്റ്റ് സർട്ടിഫിക്കറ്റ്സ് വേണമായിരിക്കും. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്ത് വെക്കുക. അത് PDF ഫോർമാറ്റിൽ 50 to 300 KB ക്യാസ്റ്റ് _സർട്ടിഫിക്കറ്റ് എന്നായിരിക്കണം ഇടേണ്ടത്. ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റും അങ്ങനെ തന്നെ PDF-ൽ 50 to 300 KB ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്നുള്ളതാണ് ഇടേണ്ടത്. ഇപ്പം UPSC-യുടെ മാറ്റിയ രീതി അനുസരിച്ച് 1 ടൈം രജിസ്ട്രേഷൻ പോലെ തന്നെ നമ്മുടെ ഒരു യൂണിവേഴ്സൽ രജിസ്ട്രേഷൻ നമ്പർ കിട്ടുന്ന ഒരു പ്രോസസ്സുണ്ട്. അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പോർട്ടലിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇനി വരാൻ സാധ്യതയുള്ള എല്ലാ എക്സാംസിനും വേണ്ടി നമ്മൾ രജിസ്റ്റർ ചെയ്യുക. നമ്മുടെ കേരള PSC നമ്മൾ രജിസ്റ്റർ ചെയ്യത്തില്ലേ, എന്നിട്ട് എക്സാം വരുമ്പോഴേക്കും ആ എക്സാം നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ട് നമ്മൾ അപ്ലൈ ആവും. അങ്ങനെ മോറോലെസ് അതേപോലെ തന്നെ ഒരു പ്രോസസ്സാണ് ഇപ്പോൾ UPSC അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളപ്പം എക്സാംസിന് ആവശ്യമുള്ള കുറേ ഡോക്യുമെൻറ്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യും. പിന്നെ അതിനുശേഷം ഭാവിയിൽ ഓരോരോ എക്സാംസ് വരും. EPFO വരുന്നു, CAPF വരുന്നു, സിവിൽ സർവീസ് വരുന്നു. അതൊക്കെ വരുമ്പോഴേക്കും നമ്മൾ ഈ സാധനങ്ങളാണ് സബ്മിറ്റ് ചെയ്തിട്ട് പിന്നെയാണ് ആ പർട്ടിക്കുലർ എക്സാമിന് വേണ്ട കാര്യങ്ങൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം അവർ കുറേ ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. PWD ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവർക്ക് ഉള്ള സർട്ടിഫിക്കറ്റുകൾ, പിന്നെ സിഗ്നേച്ചർ, ഫോട്ടോ, ബാച്ചിലർ മാർക്ക് ഷീറ്റ്, ബാച്ചിലർ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, സ്ക്രൈബിൻ്റെ ഫോട്ടോ, സ്ക്രൈബിൻ്റെ സിഗ്നേച്ചർ. അപ്പം ഇതെല്ലാം കൃത്യമായിട്ട് എന്ത് പേരാണ് അതിലിടേണ്ടത്, അതേപോലെ തന്നെ എത്ര ഫയൽ സൈസ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്, അത് എവിടെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്, അത് ഏത് ഫോർമാറ്റാണ് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതെല്ലാം നിങ്ങൾ തയ്യാറാക്കി വെക്കുന്നതാണ് നല്ലത്. ഓക്കെ, ഇനി എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ തുടങ്ങുകയാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാം. ആദ്യമായിട്ട് നമ്മൾ ഈ വെബ്സൈറ്റാണ് തുറക്കേണ്ടത്. upsconline.nic.in. ഇതിൻ്റെ അകത്താണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുക. ഇത് തുറക്കുമ്പം നമ്മളിതേ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഹോം പേജിലേക്ക് എത്തുന്നു. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട സാധനം ഇതൊരു അക്കൗണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ക്രിയേറ്റ് അക്കൗണ്ട്, ഇതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഈ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യും. അത് നമ്മളെ കൊണ്ടുപോകുന്നത് ഈ പേജിലേക്കാണ്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവാം. അപ്പോൾ ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് 4 സ്റ്റേജസ് ആണുള്ളത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസ്. എന്തൊക്കെയാണ് ഇതിന് വേണ്ടതെന്ന് അവർ പറയുക. ഇൻസ്ട്രക്ഷൻസ്, നമുക്ക് ഒരു ഇമെയിൽ ID വേണം, ഒരു മൊബൈൽ നമ്പർ വേണം, OTP വരുന്ന ഒരു മൊബൈൽ നമ്പർ വേണം. പിന്നെ എന്തൊക്കെയാണ് ഇതിൽ സംഭവിക്കുന്നതെന്ന് അവർ പറയുകയാണ്. ഈ ഇമെയിൽ ID-യും നമ്പറും വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. പിന്നെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമെയിൽ ID-യും മൊബൈൽ നമ്പറും അത് ഈ എക്സാമിൻ്റെ പ്രോസസ്സ് കഴിയുന്നത് വരെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുന്ന നമ്പേഴ്സ് ഇമെയിൽ ID ആയിരിക്കണം. കാരണം UPSC-യുടെ എല്ലാ കമ്മ്യൂണിക്കേഷനും ഇതിലൂടെ ആയിരിക്കും. അപ്പോൾ ഇത് വായിച്ച് എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്ത് ആ
അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ പ്രൊസീഡ് ഫോർ അക്കൗണ്ട് ക്രിയേഷൻ ക്ലിക്ക് ചെയ്യും. ഇനി നമ്മൾ പോകുന്നത് വെരിഫിക്കേഷൻ ഓഫ് ഇമെയിൽ ഐ ഡി ആണ്. നിങ്ങളുടെ ഇമെയിൽ ഐ ഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എൻ്റർ ചെയ്യുക. ഇവിടെ ക്യാപ്ച എൻ്റർ ചെയ്യുക. ഇപ്പോൾ ക്യാപ്ച വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ എത്ര വട്ടം വേണമെങ്കിലും ക്യാപ്ച മാറ്റി മാറ്റി തരും. ഇപ്പോൾ ചിലത് ക്യാപിറ്റൽ ലെറ്റർ ആണോ സ്മോൾ ലെറ്റർ ആണോ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്യാപ്ച വരുമ്പം അത് എൻ്റർ ചെയ്യുക. എന്നിട്ട് താഴെ നമ്മൾ ഇതെല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ഈ ഇമെയിൽ ഐ ഡി എൻ്റെയാണ് എന്നുള്ള ഡിക്ലറേഷനിൽ നമ്മൾ സൈൻ ചെയ്തിട്ട് ഗെറ്റ് OTP എന്ന ബട്ടണിൽ പ്രസ് ചെയ്യും. നമ്മൾ OTP കിട്ടും. അത് എൻ്റർ ചെയ്ത് കഴിയുമ്പോഴേക്കും ഇമെയിൽ ഐ ഡി വെരിഫിക്കേഷൻ കഴിയും. അതിനുശേഷം നമ്മൾ അടുത്ത പേജിലേക്ക് പോകും. അത് മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ ആണ്. ഇതേ പ്രോസസ്സ്, മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക, അത് കൺഫേം ചെയ്യുക, ക്യാപ്ച എൻ്റർ ചെയ്യുക, നമ്മൾ ഡിക്ലറേഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് OTP ക്ലിക്ക് ചെയ്യുക. അതും കഴിഞ്ഞു. ഇനി അടുത്ത പേജിലേക്ക് പോകുന്നു. ഇതിലാണ് പാസ്വേഡ്. ഈ പാസ്വേഡ് അവർ കുറച്ച് ക്രൈറ്റീരിയാസ് പറഞ്ഞിട്ടുണ്ട്. 8 ക്യാരക്ടേഴ്സ് ലെങ്ത് വേണം, അതുപോലെ തന്നെ ഒരു അപ്പർ കേസ് ക്യാരക്ടറെങ്കിലും വേണം, ഒരു ലോവർ കേസ് ക്യാരക്ടറെങ്കിലും വേണം. അങ്ങനെ കുറേ റിക്വയർമെൻറ്റ്സ് അവർ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാസ്വേഡ് അടിക്കുന്നതനുസരിച്ച് ഓരോരോ റിക്വയർമെൻറ്റുകൾ മീറ്റ് ചെയ്യുന്നതനുസരിച്ച് അത് ഗ്രീൻ കളറായിട്ട് വരുന്നത് കാണാം. അപ്പോൾ എല്ലാ റിക്വയർമെൻറ്റും മീറ്റ് ചെയ്യുന്ന ഒരു പാസ്വേഡ് എന്ന് പറയുന്നത് ആ മുകളിലത്തെ പാസ്വേഡ് പോളിസി ഇത് മൊത്തം ഗ്രീൻ ആവും. അപ്പോൾ നമുക്ക് മനസ്സിലാവും അത് അക്സെപ്റ്റഡ് ആവും. ഇവിടെ സ്ട്രോങ് എന്നും കാണിക്കും. എന്നിട്ട് നമ്മൾ ക്രിയേറ്റ് പാസ്വേഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ പാസ്വേഡ് ക്രിയേറ്റഡ് ആയി. അതിനുശേഷം ഇങ്ങനൊരു പേജാണ് വരുന്നത്. കൺഗ്രാജുലേഷൻസ്, യു ഹാവ് സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് യുവർ അക്കൗണ്ട്. നമ്മൾ ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്കിൽ ഇങ്ങനെയായിരിക്കും നമ്മുടെ പേര്, നമ്മുടെ നമ്പർ, നമ്മുടെ ഇമെയിൽ ഐ ഡി, നമ്മുടെ നമ്പർ, കണ്ടിന്യൂ ടു ലോഗിൻ എന്ന് പറയുന്ന ഒരു സ്വിച്ചും. കണ്ടിന്യൂ ടു ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പം നമ്മൾ പോകുന്നത് ഈ ഒരു പേജിലേക്കാണ്. ഒന്നെങ്കിൽ നമുക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാം. ഇനി സപ്പോസ് ഇത്രയും ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യത്തിന് പോകണം എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഇത് ആക്ച്വലി ഈ കണ്ടിന്യൂ ടു ലോഗിൻ എന്ന് പറയുന്നത് ആക്ച്വലി UPSCയുടെ വെബ്സൈറ്റിലേക്കുള്ള ലോഗിനാണ്. നമ്മൾ ആദ്യം കയറിയ പേജില്ലേ UPSCയുടെ ഹോം പേജ്, അതിൻ്റെ മുകളിലെ ലോഗിൻ ബട്ടൺ അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതിലേക്ക് എൻ്റർ ചെയ്യാം. ഈ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് UPSCയിൽ എക്സാംസ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള അക്കൗണ്ടായിരുന്നു നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഈ ലോഗിൻ എന്ന് പറയുന്നത് ആക്ച്വലി ഈ ലോഗിൻ തന്നെയാണ്. ഓക്കെ, അപ്പം ജസ്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ആ ലോഗിൻ ID നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും വരിക എന്നുണ്ടെങ്കിൽ ഈ ഹോം പേജിൽ തന്നെ കയറി UPSConline.nic.in കയറി ഈ ലോഗിൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്ത് ഹോം പേജിലേക്ക് ലോഗിൻ ആവാം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത് ഇങ്ങനെയായിരിക്കും. അതായത് ഇവിടെ നമ്മുടെ ഇമെയിൽ ഐ ഡിയും തൊട്ടടുത്ത് നമ്പറും കാണിക്കുന്ന ഒരു പേജായിരിക്കും വരിക. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ലോഗിൻ ചെയ്യുമ്പം നമുക്ക് 3 രീതിയിൽ ലോഗിൻ ചെയ്യാം. മൊബൈൽ OTPയിൽ ലോഗിൻ ചെയ്യാം, ഇമെയിലിൽ ലോഗിൻ ചെയ്യാം, അതേപോലെ തന്നെ അവരുടെ ഒരു യൂണിവേഴ്സൽ രജിസ്റ്റർ നമ്പർ ഉണ്ട്, അത് വെച്ച് ലോഗിൻ ചെയ്യാം. പക്ഷേ യൂണിവേഴ്സൽ രജിസ്റ്റർ നമ്പർ നമുക്ക് കിട്ടിയിട്ടില്ല. തൊട്ടടുത്ത സ്റ്റേജിലാണ് നമുക്ക് കിട്ടുക. അപ്പം അക്കൗണ്ട് കഴിഞ്ഞു. നമ്മൾ ഓൾറെഡി അതിൻ്റെ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു, നമ്മൾ ലോഗിനുമായി. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമെയിലും പാസ്വേഡും മൊബൈൽ നമ്പറും ഒക്കെ മാറ്റാം. ഒരു എക്സാമിന് നമ്മൾ ഈ മൊബൈൽ നമ്പറോ ഇമെയിലോ കൊടുത്തു കഴിഞ്ഞാൽ ആ എക്സാം തീരുന്ന വരെ അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പം അതിനുവേണ്ടിയാണ് അവർ ഈ ഒരു ചേഞ്ച് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം അത് ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഏതെങ്കിലും എക്സാമിന് അപ്ലൈ ചെയ്യുമ്പം ഈ നമ്പർ അല്ല വേറെ നമ്പർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ അതിൽ കയറി ചേഞ്ചസ് വരുത്തിയാൽ മതി, അല്ലെങ്കിൽ അത് തൊടണ്ട. ഇനി തൊട്ടടുത്ത സ്റ്റേജ് യൂണിവേഴ്സൽ രജിസ്ട്രേഷൻ. യൂണിവേഴ്സൽ രജിസ്ട്രേഷൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇതിൻ്റെ അകത്ത് ബേസിക്കലി ഉള്ളത് 3 കാര്യങ്ങളാണ്. ഐഡൻറ്റിറ്റി പ്രൊഫൈല്, നിങ്ങളുടെ പേര്, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ആധാർ അല്ലെങ്കിൽ ഫോട്ടോ ID കാർഡ്. പിന്നെ മെട്രിക്കുലേഷൻ ബോർഡ് പ്രൊഫൈല്.
അപ്പോൾ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് വന്നിട്ടുണ്ട്. ഇൻസ്ട്രക്ഷൻസിൽ ആദ്യം ഉള്ളത് നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഡീറ്റെയിൽസ് ആണ്. ഐഡൻറ്റിറ്റി പ്രൊഫൈലിൽ വരുന്ന ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ആദ്യം തന്നിരിക്കുന്നത്. നിങ്ങളുടെ പേര് അതെങ്ങനെയായിരിക്കണം എഴുതേണ്ടത്, ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം അതെങ്ങനെയായിരിക്കണം എൻ്റർ ചെയ്യേണ്ടതെന്നുള്ളത്, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, നെയിം ചേഞ്ച് ഗസറ്റ്, ഇതാണ് നമ്മൾ ആദ്യം കണ്ടത്. നമ്മുടെ പേര് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഗസറ്റിൻ്റെ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യണം എന്നുള്ള കാര്യം ഒന്നും കൂടി എടുത്തു പറയുകയാണ്. പിന്നെ ആധാർ, മൊബൈൽ നമ്പർ, മെട്രിക്കുലേഷൻ ഡീറ്റെയിൽസ്. മെട്രിക്കുലേഷൻ ഡീറ്റെയിൽസ് ഇവർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബോർഡ് CBSE ICSE കേരള ഏതാണെന്ന് വെച്ചാൽ അങ്ങനെ, ഇയർ ഓഫ് പാസിംഗ്, നമ്മുടെ റോൾ നമ്പർ, രജിസ്ട്രേഷൻ നമ്പർ, പിന്നെ ആ ഡോക്യുമെൻറ്റ്സ് ഏത് സൈസിലായിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടതെന്ന്. ആധാർ ആൻഡ് മൊബൈൽ നമ്പർ. മൊബൈൽ നമ്പർ ലിങ്ക്ഡ് ആയിട്ടുള്ള ആധാർ ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ച് ചെയ്യാം. അതില്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും വാലിഡ് ആയിട്ടുള്ള ഗവൺമെൻറ് ഇഷ്യൂഡ് ID കാർഡ്, വോട്ടേഴ്സ് ID കാർഡ്, പാൻ കാർഡ്, അങ്ങനത്തെ ഏതെങ്കിലും ഒരു സാധനം വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ അവർ പറയുന്നൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മൾ വാലിഡ് ഗവൺമെൻറ് ഡോക്യുമെൻറ്റ്സ് കൊടുക്കുമ്പം അതിൻ്റെ ഒറിജിനൽ ID കാർഡ് നമ്മുടെ കയ്യിൽ വേണം എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യൂണിവേഴ്സൽ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ഇതുവഴിയാണ് നമുക്ക് യൂണിവേഴ്സൽ രജിസ്ട്രേഷൻ ID കിട്ടുന്നത്. ഈ ഡാറ്റാസ് നമുക്കൊരിക്കലും മാറ്റാനായിട്ട് പറ്റില്ല. നമ്മുടെ ഐഡൻറ്റിറ്റി പ്രൊഫൈല്, നമ്മുടെ ID പ്രൂഫ്, മെട്രിക്കുലേഷൻ ബോർഡ് പ്രൊഫൈല് ഇത് നമുക്ക് വൺസ് ലോക്ക്ഡ് നമുക്കത് മാറ്റാനായിട്ട് പറ്റില്ല എന്നുള്ളത് അവരെടുത്ത് പറയുന്നുണ്ട്. ഇനി നമ്മൾ പ്രൊസീഡ് ടു യൂണിവേഴ്സൽ രജിസ്ട്രേഷനിലേക്ക് ക്ലിക്ക് ചെയ്യും. അപ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ യൂണിവേഴ്സൽ രജിസ്ട്രേഷനിലെ ഈ ഐഡൻറ്റിറ്റി പ്രൊഫൈല്, ആധാർ ഫോട്ടോ ID, മെട്രിക്കുലേഷൻ ബോർഡ് പ്രൊഫൈല് ഓരോരോ പേജസ് ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പോകും. ആദ്യം വരുന്നത് ID പ്രൊഫൈല്, അതിനുശേഷം ആധാർ ഫോട്ടോ ID, അതിനുശേഷം മെട്രിക്കുലേഷൻ ബോർഡ് ഡീറ്റെയിൽസ്. അപ്പോൾ ID പ്രൊഫൈൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തുറന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ പേര് ചോദിക്കും, നമ്മുടെ ജെൻഡർ ചോദിക്കും, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതുപോലെ സൈഡിലൊരു ഗ്രീൻ ടിക്ക് വരും. അപ്പം മാത്രമേ അത് കംപ്ലീറ്റ് ആവത്തുള്ളൂ. നമ്മളെല്ലാം കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്യുമ്പോഴേക്കും യു ഹാവ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ദ റിക്വയർഡ് ഫീൽഡ് എന്ന് പറഞ്ഞിട്ട് ഈ സൈഡിലത്തെ പ്രൊഫൈല് ഗ്രീൻ ആവും. ഗ്രീൻ ആയില്ലെങ്കിൽ അതിനർത്ഥം അത് കംപ്ലീറ്റ് അല്ല എന്നുള്ളതാണ്. അപ്പം ഓരോ ഫേസും നമ്മൾ ഗ്രീൻ ആക്കി പോവുക. എഗെയിൻ ആധാർ ID എടുക്കുമ്പം അതിൻ്റെ അകത്ത് അവർ ചോദിക്കും, ആധാർ നിങ്ങൾക്കുണ്ടോ, അത് വെച്ച് ചെയ്താൽ മതിയോ എന്നുള്ളത്. അത് വെച്ച് ചെയ്താൽ മതി. ആധാർ വെരിഫിക്കേഷൻ ചെയ്യാം എന്ന് പറഞ്ഞ് ആധാർ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു OTP വരും. അത് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അത് തീർന്നു. ഇനി ആധാർ ഒരു ID പ്രൂഫായിട്ട് നമുക്ക് കൊടുക്കാൻ ഇഷ്ടമല്ല, എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നമുക്ക് വേറെ ID പ്രൂഫ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ, ഐ ഡു നോട്ട് വാണ്ട് ടു പ്രൊസീഡ് വിത്ത് ആധാർ വെരിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ സൈഡിൽ വേറൊരു ഫോട്ടോ ID ഇൻഡിക്കേറ്റർ വരും. അത് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് കയറി നമ്മൾ ഏത് ഫോട്ടോ ID ആണോ കൊടുക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് കയറി ചെയ്യുക. യെസ്, ഐ ഹാവ് ബീൻ ഇഷ്യൂഡ് ആധാർ കാർഡ് ആൻഡ് കൺസെൻറ്റ് ടു പ്രൊസീഡ് ഫോർ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധാർ വെരിഫൈ ചെയ്യാനുള്ള ഒരു പേജ് ആയിരിക്കും വരിക. അതിൽ വെച്ച് നമുക്ക് OTP എടുത്തിട്ട് ആധാർ വെരിഫൈ ചെയ്യാം. അങ്ങനെ ആകുമ്പം മറ്റേ ID കാർഡിൻ്റെ സെഷൻ വരില്ല. ഓക്കെ, ഇനി ഇതിന് ശേഷം വരുന്ന പാർട്ടെന്ന് പറയുന്നത് കോമൺ ആപ്ലിക്കേഷൻ ഫോം. ഇതിൻ്റെ അകത്ത് കുറേ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റേജ് കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റേജാണ് നമ്മളിപ്പോൾ കണ്ട കോമൺ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞാൽ. അതിൻ്റെ അകത്തും കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതിനുശേഷം നമ്മൾ അത് ഫില്ല് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആദ്യത്തെ യൂണിവേഴ്സൽ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടാണ് കോമൺ ആപ്ലിക്കേഷൻ ഫോം വരുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ അകത്തെ മെട്രിക്കുലേഷൻ ബോർഡ് പ്രൊഫൈലും കൂടെ കൊടുത്തു കഴിഞ്ഞിട്ട് സബ്മിറ്റ് കഴിയുമ്പോഴേക്കും ഇത് മൂന്നും ഗ്രീൻ ആവും. അതിനുശേഷം നമുക്ക് കോമൺ ആപ്ലിക്കേഷൻ ഫോമിലേക്ക് കടക്കാം. അതിൻ്റെ അകത്ത് നമ്മുടെ പേഴ്സണൽ പ്രൊഫൈല്, പാരൻസ് പ്രൊഫൈല്, സോഷ്യൽ കാറ്റഗറി പ്രൊഫൈല്, ഡിസബിലിറ്റി പ്രൊഫൈല്, അഡ്രസ്സ്, എഡ്യൂക്കേഷൻ പ്രൊഫൈല്, എംപ്ലോയ്മെൻറ്റ് എക്സ്പീരിയൻസ്, നിങ്ങൾ ഇതിനു മുമ്പ് ജോലി ചെയ്തിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ, അച്ചീവ്മെൻറ്റുകൾ, ഇതിനു മുമ്പ് UPSC എക്സാം എഴുതിയിട്ടുണ്ടോ, പിന്നെ ലാസ്റ്റ് നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഫില്ല് ചെയ്യേണ്ടത്. അങ്ങനെ കൺഫ്യൂഷൻ വരാനുള്ള കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ് ചോദിച്ചിരിക്കുന്നത്. അത് വായിച്ച്
എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ അകത്ത് ഈ എക്സാം പ്രോസസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളതിന് ആ ഡൗട്ട് ക്ലിയർ ചെയ്തുകൊണ്ടുള്ള റിപ്ലൈ വീഡിയോയുടെ താഴെ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇതിൽ ഓരോ ഫേസസും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇതേപോലുള്ള ഗ്രീൻ ടിക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഇത് മൊത്തം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും കോമൺ ആപ്ലിക്കേഷൻ ഫോം കഴിഞ്ഞു എന്ന് സ്ക്രീനിൽ എഴുതി കാണിക്കും. അപ്പം ഇതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം തോന്നാൻ ഇടയുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ ആയിരിക്കും. അപ്പം അതിൽ ഇങ്ങനെയായിരിക്കും വരിക, അപ്ലോഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് 75% കൂടുതൽ നിങ്ങളുടെ മുഖം കാണിക്കുന്ന ഫോട്ടോഗ്രാഫ് എടുത്തിട്ട് അത് ഗൂഗിൾ ചെയ്ത് വെബ്സൈറ്റിൽ കൊടുത്ത് 20ക്കും 200 KB ഇടയിൽ GPG ഫോർമാറ്റിലാക്കുക. എന്നിട്ട് അത് ആ പേരിട്ട് ഫോട്ടോ എന്നുള്ള പേരിൽ തന്നെ അവർ ആ പറഞ്ഞിട്ടുള്ള പേര് തന്നെ നിങ്ങൾ ഫയലിലിടണം. എന്നിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടർ ഡെസ്ക്ടോപ്പിൽ തന്നെ വയ്ക്കുക. എന്നിട്ട് ഈ ഭാഗം വന്നു കഴിയുമ്പോഴേക്കും ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്യുക. ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പിൽ നിന്ന് നിങ്ങളുടെ ഫയൽ കൊണ്ടുവന്ന് ഫയലിൽ നിന്ന് ഫോട്ടോ എടുത്ത് ഇവിടെ ഇടാനായിട്ട് പറ്റും. ഇവിടെ ഇട്ട് കഴിയുമ്പം നമ്മൾ ഇവിടെ പ്രിവ്യൂ കാണാം, എങ്ങനെയായിരിക്കും ആ ഫോട്ടോ ഇരിക്കുന്നത് എന്നുള്ളത്. എന്നിട്ട് കുഴപ്പമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അപ്ലോഡ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, അത് അപ്ലോഡ് ആയിക്കോളും. ഓക്കെ, ഇനി അടുത്ത ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ് ഫോട്ടോഗ്രാഫ്. ഇതിൽ ക്യാപ്ചർ ഫ്രം ദിസ് ഡിവൈസ്, ക്യാപ്ചർ ഫ്രം മൊബൈൽ, വ്യൂ ഫോട്ടോ, ഇങ്ങനെ 3 സാധനങ്ങളാണ് ഉള്ളത്. ഇപ്പം നമ്മൾ ഇരുന്ന് ഫില്ല് ചെയ്യുന്നിടത്ത് അത്യാവശ്യം ലൈറ്റൊക്കെ ഉണ്ട്, നമ്മുടെ ലാപ്പിൻ്റെ ക്യാമറ അത്യാവശ്യം ക്ലാരിറ്റി ഉള്ളതാണ്, അതിൽ നിന്ന് തന്നെ എടുക്കാമെന്നുണ്ടെങ്കിൽ ക്യാപ്ചർ ഫ്രം ദിസ് ഡിവൈസ് തന്നെ കൊടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ക്യാപ്ചർ ഫ്രം മൊബൈൽ കൊടുക്കുക. ക്യാപ്ചർ ഫ്രം മൊബൈലിന് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലൊരു QR കോഡ് ആയിരിക്കും വരിക. ഒന്നും പേടിക്കാനില്ല, നിങ്ങളുടെ ക്യാമറ തുറക്കുക, ഈ QR കോഡിലേക്ക് കാണിക്കുക. അപ്പം ഒരു പോർട്ടലിൽ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ഫെസിലിറ്റി വരും. അത് വെച്ചിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുക, അപ്ലോഡ് ചെയ്യുക. അതും ഇങ്ങനെ തന്നെ. ഓക്കെ, പിന്നെ ട്രിപ്പിൾ സിഗ്നേച്ചർ ഫയൽ ചൂസ് ചെയ്യുക. ഇവിടെ നമുക്ക് സിഗ്നേച്ചർ കാണാൻ പറ്റും. കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പിച്ചിട്ട് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുക. അങ്ങനെ അതുകൂടെ കഴിയുമ്പോഴേക്കും നമ്മുടെ കോമൺ ആപ്ലിക്കേഷൻ ഫോം കഴിഞ്ഞു. ഓക്കെ, ഈ 3 സ്റ്റേജസ് എന്ന് പറയുന്നത് നമ്മൾ അക്കൗണ്ട് ഉണ്ടാക്കി നമ്മുടെ യൂണിവേഴ്സൽ രജിസ്റ്റർ നമ്പർ എടുത്ത് കോമൺ ആപ്ലിക്കേഷൻ ഫോംസ് ഫില്ല് ചെയ്തു. ഈ 3 സ്റ്റേജസ് എന്ന് പറയുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഏത് എക്സാം എഴുതിയാലും ആവശ്യമുള്ളതാണ്. അപ്പം ഈ 3 കാര്യങ്ങൾ നമ്മൾ തീർത്ത് കഴിയുമ്പോഴേക്കും ഈ 3 കാര്യങ്ങൾ നമ്മൾ തീർത്ത് കഴിയുമ്പോൾ മെയിനായിട്ടുള്ള വർക്കുകൾ തീർന്നു. ഇനി ഏതൊരു എക്സാം വന്നു കഴിഞ്ഞാലും നമ്മൾ ഈ 4ാമത്തെ കാർഡ് കണ്ടോ, വ്യൂ എക്സാമിനേഷൻ നോട്ടീസസ്, അപ്ലൈ ഫോർ എക്സാമിനേഷൻ, മൈ ആപ്ലിക്കേഷൻ, ആ കാർഡിലെ വ്യൂ എക്സാമിനേഷൻ നോട്ടീസസ് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഏതൊക്കെ എക്സാമാണ് ലൈവായിട്ടുള്ളതെന്ന് കാണാനായിട്ട് സാധിക്കും. അതിൽ നമ്മൾ അപ്ലൈ ചെയ്ത് വേണ്ട ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക എന്നുള്ളതേ ഇനി ചെയ്യാനുള്ളൂ. ഓക്കെ, ഈ 3 കാര്യങ്ങൾ തീർത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 4ാമത്തെ കാർഡ് ക്ലിക്ക് ചെയ്ത് വ്യൂ എക്സാമിനേഷൻ ഡീറ്റെയിൽസ്, ഏതൊക്കെ എക്സാമിനേഷനാണ് ഇപ്പം UPSCയിൽ ലൈവായിട്ട് നിൽക്കുന്നതെന്ന് നോക്കുക. അങ്ങനെ നോക്കുമ്പം ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കും ആ സ്ക്രീൻ കാണുക. ഓക്കെ, സിവിൽ സർവീസ് പ്രിലിമിനറി എക്സാമിനേഷൻ 2026 ഫോർ സിവിൽ സർവീസ് ആൻഡ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എക്സാമിനേഷൻ. ഇവിടെ നിങ്ങൾ അപ്ലൈ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്ലൈ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും പിന്നെ നിങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി കോമൺ ആപ്ലിക്കേഷൻ ഫോമിന് വേണ്ടി കൊടുത്ത കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ ഓൾറെഡി ഒരു പേജ് ഫില്ല് ചെയ്തല്ലോ, നമ്മുടെ ഡീറ്റെയിൽസും അച്ചീവ്മെൻറ്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആ പേജ് നിങ്ങൾ ഒന്നുകൂടെ കാണും. ഇങ്ങനെ ആയിരിക്കും അതിരിക്കുക. അപ്പോൾ അതിൽ നമ്മൾ ഓൾറെഡി ഫില്ല് ചെയ്ത കാര്യങ്ങൾ ഒന്നും കൂടെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. യൂണിവേഴ്സൽ രജിസ്ട്രേഷനിലെ കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റില്ല. അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ലോക്കിൻ്റെ ഒരു എംബ്ലം കാണും, നമുക്ക് അത് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ കോമൺ ആപ്ലിക്കേഷൻ ഫോമിൽ പേഴ്സണൽ പ്രൊഫൈൽ, പാരൻസ് പ്രൊഫൈൽ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ ഉറപ്പ് വരുത്തിയിട്ട് നമുക്കത് ലോക്ക് കോമൺ ആപ്ലിക്കേഷൻ ഫോം പ്രൊഫൈൽ ആൻഡ് പ്രൊസീഡ് എന്ന് കൊടുക്കാം. ഇതെല്ലാം നോക്കി പ്രശ്നമൊന്നുമില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അത് ലോക്ക് ചെയ്ത് പ്രൊസീഡ് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കോമൺ ആപ്ലിക്കേഷൻ ഫോം ഒന്നുകൂടെ കാണണം എന്ന് പറഞ്ഞ് അത് ക്ലിക്ക് ചെയ്തിട്ട് വ്യൂ കോമൺ ആപ്ലിക്കേഷൻ ഫോം എന്ന് കൊടുത്തിട്ട് നമുക്ക് ഡീറ്റെയിൽസ് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ചെക്ക് ചെയ്ത ശേഷം നമ്മൾ ഡിക്ലറേഷൻ സൈൻ ചെയ്ത്
പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തൊട്ടടുത്ത ഫേസിലേക്ക് പോകും. ഓക്കെ, ഇതിൻ്റെ മുകളിൽ നിങ്ങൾ നോക്കിയേ, കോമൺ ആപ്ലിക്കേഷൻ ഫോം, അത് ഓൾറെഡി സബ്മിറ്റഡ് ആയി. ഇനിയാണ് നമ്മൾ സിവിൽ സർവീസിൻ്റെ പ്രിലിംസ് എക്സാമിലേക്ക് കടക്കുന്നത്. പ്രിലിംസ് എക്സാമിൻ്റെ സ്റ്റേജസ് നമ്മൾ ഫില്ല് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൻ്റെ അകത്ത് സെപ്പറേറ്റ് ആയിട്ട് ഈ എക്സാമിന് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത്. നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണ്, അതേപോലെ തന്നെ പ്രിലിമിനറി എക്സാമിനേഷൻ ഡീറ്റെയിൽസ്, പ്രിലിമിനറി എക്സാം സെൻറ്ററിൻ്റെ സെലക്ഷൻ, അതുപോലെ തന്നെ നമ്മുടെ എക്സാം ഫീ അടച്ച് റിവ്യൂ കണ്ട് അത് പ്രിൻ്റ് എടുത്ത് വയ്ക്കാം. ഓക്കെ, ബാക്കിയുള്ള സ്റ്റേജസിൽ ചിലപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും അപ്ലോഡിങ്ങോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെ അതിൽ അപ്ലോഡ് ചെയ്യുക. എക്സാമിനനുസരിച്ച് അതിൽ ചേഞ്ചസ് വരാം. ഇപ്പം UPSC എക്സാമിന് വേണ്ട ഡോക്യുമെൻറ്റ്സ് അത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു, അത് നിങ്ങൾ എടുത്ത് വെക്കുക. അത് ഓൾറെഡി അതിലെ പല ഡോക്യുമെൻറ്റ്സും നമ്മൾ ആദ്യം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൽ സ്പെസിഫിക്കലി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അപ്ലോഡ് ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി UPSC പറഞ്ഞ ആ പേരിലും അതുപോലെ തന്നെ ആ സൈസിലും ആയിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഈ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, പ്രിലിമിനറി എക്സാമിനേഷൻ, സെൻറ്റർ സെലക്ഷൻ അതിലൊന്നും നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരേണ്ടതല്ല. കാരണം എല്ലാം വളരെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. അതിലെന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. നമ്മളതിനെ അഡ്രസ്സ് ചെയ്തിട്ട് ഉടൻ തന്നെ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ തരുന്നതായിരിക്കും. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ് എവരി വൺ. നോക്കി ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ.